അല്ല ആ കെട്ടിയവനുമായിട്ട് എത്ര നാൾ പ്രേമിച്ചു? 3 വർഷം. അത് ഏത് നാട്ടുകാരനാണ്? സ്വന്തം അയലോക്കം തന്നെയാണോ? പഠിക്കാൻ പോയെടുത്താണോ? എവിടെ കണ്ടു? പഠിക്കാൻ പോയ സമയത്ത്. പഠിക്കാൻ പോയ സമയത്ത് നേരത്തെ പറഞ്ഞ ആളാണോ? ഇതില് പറഞ്ഞ ആളാണോ? അല്ലല്ലോ അല്ലേ? അതെ അതെ. ആണോ? അതെ സ്വന്തം തന്നെ പറഞ്ഞേ. പുള്ളി എത്ര ഷേക്ക് മേടിച്ചു തന്നു? എന്തോ ഒന്നും മേടിച്ചു തന്നിട്ടില്ല. അല്ല അങ്ങനെ പറയല്ലേ, പുള്ളിയെ കൊണ്ട് ഞാൻ വല്ലപ്പോഴും ഷേക്ക് ഒക്കെ മേടിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അധികം അങ്ങനെ കണ്ടിട്ട് ഇല്ല. ജസ്റ്റ് ഫോണിൽ കൂടെ ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ. 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്നിട്ട് കല്യാണം കഴിച്ചു. എന്റെ ഡയാനെ, നീ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ. ഇതൊക്കെ വിശ്വസിക്കണ്ടേ? അതല്ലേ ഈ മച്ചിന്റെ മേലെ കിടന്നു പറഞ്ഞത് പുള്ളിയാണോ? നിങ്ങൾ ആദ്യം ഇവിടെ വെച്ചാണ് കണ്ടത്? ഞങ്ങള് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ച കണ്ടേ. ഉത്സവത്തിന് അല്ല, അല്ലാതെ ജസ്റ്റ് ഒന്ന് കാണണോന്ന് പറഞ്ഞ അങ്ങനെ കണ്ടു. അതിന് മുമ്പ് ഫോണിൽ പരിചയപ്പെട്ടു? അല്ല, ചേട്ടന്റെ ഒരു അപ്പച്ചിയുടെ വീട് അവിടെ ഉണ്ട്, പുനലൂര്. അങ്ങനെ ഒന്ന് കണ്ടു. അല്ല, എങ്ങനെ പരിചയപ്പെട്ടത്? എങ്ങനെയാ? നിങ്ങൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ചാണ് ആദ്യം കണ്ടതെങ്കിൽ അതിനു മുമ്പ് എങ്ങനെ നിങ്ങൾ തമ്മിൽ ഫോൺ നമ്പർ കൈമാറി? ഒരു നമ്പർ മാറി വിളിച്ചതാ. നമ്പർ പുലിവാൽ കല്യാണം മാതിരി ഒരു ഫോൺ നമ്പർ മാറി വിളിച്ചു, പിന്നെ വിളി തുടർന്നു. എന്നിട്ട് നിങ്ങൾ ഗണപതി അമ്പലത്തിൽ വെച്ച് കണ്ടു. അന്ന് ഗണപതി അമ്പലത്തിൽ കാണാൻ വന്നപ്പോ പുള്ളി തേങ്ങയല്ലാതെ എന്തൊക്കെ കൊണ്ടുവന്നു? ഒന്നും കൊണ്ടുവന്നില്ല. താൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട്. മാർക്ക് കുറയ്ക്ക് കൃഷ്ണപ്രഭ. മറച്ചു വെച്ചിട്ടില്ല, സത്യം പറഞ്ഞേ. ഗണപതി അമ്പലത്തിൽ വന്നു, എന്നെ കണ്ടു, തിരിച്ചു പോയി. പിന്നെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഗണപതി അമ്പലത്തിലോ? ഗണപതി അമ്പലത്തിൽ. അതായിരുന്നു നിങ്ങളുടെ ഒരു കാണൽ സ്പോട്ട്? ചെറുതായിട്ട്. വേറെ എവിടെയൊക്കെ വെച്ച് കണ്ടു? വേറെ ഒരു പ്രാവശ്യം ഞങ്ങള് വാളകത്ത് വെച്ച് കണ്ടായിരുന്നു, അതേ ഉള്ളൂ. റോഡ് സൈഡിലോ? എന്നാ കേരളത്തിൽ വെച്ച് നിങ്ങൾ പറഞ്ഞാ പോരായിരുന്നു? ഞങ്ങൾക്ക് എളുപ്പമായനല്ലോ. ആരുടെ വീട്ടിലാണ് ഇത് ആദ്യം അറിഞ്ഞത്? ചേട്ടന്റെ വീട്ടിൽ തന്നെ. പുള്ളി പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചു. സമ്മതിച്ചു? അപ്പൊ തന്നെ സമ്മതിച്ചില്ല. പിന്നെ എന്നിട്ട് ഇതുണ്ടായിരുന്നോ? സമരമൊക്കെ ഉണ്ടായിരുന്നോ? സമരമായിട്ടൊന്നുമില്ല, പിന്നെ കൂടെ ഇറങ്ങി വരാൻ. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ചോദിക്കുകയാണെന്ന് വെച്ചോ. സ്റ്റുഡന്റോ? പ്രണയത്തിന്റെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ആളാ പ്രൊഫസറാണ്. പക്ഷെ ഇവിടെ ഞാനൊരു സ്റ്റുഡന്റ് ആണ് പോകുന്നത്. അല്ല, നമ്മൾ ഈ നിങ്ങൾ വളരെ കുറച്ച് ടൈമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. എത്ര 4-5 തവണ എന്തോ കണ്ടിട്ടുള്ളൂ അല്ലേ? കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ചും വാളകത്ത് വെച്ചിട്ടുമാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് അതെങ്ങനെ കല്യാണത്തിലേക്ക് എത്തി? അപ്പൊ ആ ഒരു 4-5 ടൈം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവനാണ് എന്റെ ജീവിത സഖൻ. കാണല് കണ്ടു, ബാക്കി ഫോണിലായിരുന്നു. ആളുടെ വീട് എവിടെ? എന്റെ സ്ഥലം കൊട്ടാരക്കര, വാളകം പൊലിക്കോട് എന്ന് പറയും. വാളകം പൊലിക്കോട്, കൊട്ടാരക്കര. എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന്? 75 കിലോമീറ്റർ. ഇതാണ് പറയണത്, 10,000 നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും. അല്ല, കൊട്ടാരക്കര വാളകം 2-3 കിലോമീറ്റർ അല്ലേ? അടുത്തല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സൗകര്യം ഉണ്ടായിരുന്നല്ലോ. അല്ല, എന്റെ സ്ഥലമാണ് കൊട്ടാരക്കര, ചേട്ടന്റെ സ്ഥലം തിരുവല്ലയാണ്. തിരുവല്ലയാണ്. 2 മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ. ഇവര് തമ്മിൽ കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. കല്യാണ മണ്ഡപത്തിൽ ചെന്നപ്പോ പുള്ളി പ്രത്യക്ഷപ്പെട്ടു വന്നു, കെട്ടി. ഞാനൊരു സംശയം ചോദിക്കാന്ന് വെച്ചാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. പുള്ളി വീട്ടിൽ വിളിച്ച് ചോദിച്ചു, അപ്പൊ അച്ഛൻ സമ്മതിച്ചില്ല. പിന്നെ കൂടെ ഇറങ്ങി വരേണ്ടി വന്നു. പുള്ളി വന്നിട്ടുണ്ടോ കൂടെ? ഇറങ്ങി ഓടിയാളാ അല്ലേ? എന്നിട്ട് ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ സീറ്റിംഗ് ആയോ? ഒരു കുഴപ്പമില്ല, 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ ഓടിപ്പോയ ദിവസം എന്നിട്ട് അച്ഛൻ മാൻ മിസ്സിംഗ് കേസ് കൊടുത്തു. പക്ഷെ പോലീസ് ഇടപെട്ടോ? അന്വേഷിച്ചില്ലല്ലോ? അന്വേഷിച്ചു. അപ്പൊ മനസ്സിലായി. നിങ്ങൾ പറഞ്ഞോ ഞാൻ എന്റെ സ്വമേധ ഇറങ്ങിപ്പോയതാന്ന് പറഞ്ഞോ? പോലീസ് അങ്ങനെ പറഞ്ഞല്ലോ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കൂടെ. അതല്ല, ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാർക്ക് പോലും ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അവർക്ക് ഇതൊക്കെ ചോദിക്കണമെന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന പോലെ നാണമില്ലാതെ ചോദിക്കാൻ അവർക്ക് പറ്റുമോ? ഇപ്പോഴാണ് പയ്യെ ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പൊ ടിവിയില് മോളുടെ സ്റ്റാൻഡപ്പ് കാണാൻ വേണ്ടി അച്ഛൻ ഇരിക്കുമ്പോഴേ ദൈവമേ വാളകത്ത് കൊട്ടാരക്കര അന്ന് അവള് രാവിലെ അച്ഛൻ എക്സാമാന്തം പറഞ്ഞ കൊട്ടാരക്കര ഗണപതി പോയത് ഇതിനു വേണ്ടിയാണല്ലോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇത് ടെലികാസ്റ്റ് ആകുമ്പോ ശരിക്കും ചിന്തിച്ചോളും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. ആയിക്കോട്ടെ, അച്ഛനോട് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ.